കേരളം മനസാക്ഷിയെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ സംഭവം അതീവ ഗൗരവത്തോടെയാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്. അതിസങ്കീർണവും അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ജയിലിൽ നിന്ന് അതും ഒരു കൈയില്ലാത്ത ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നത് വലിയ ദുരൂഹതകളിലേക്കും നിരവധി ചോദ്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണോ അതോ ഇയാൾക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ സമൂഹത്തിൽ ശക്തമായി തന്നെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുലർച്ചെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ജയിൽ അധികൃതർ ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് രാവിലെ 5 മണിയോടെ മാത്രമല്ല ഈ 4 മണിക്കൂർ നിർണായകമായിരുന്നു. ഈ സമയം കൊണ്ട് ഒരു കൊടും കുറ്റവാളിക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നും എങ്ങനെയെല്ലാം ഒളിവിൽ പോകാൻ കഴിയുമെന്നും ചിന്തിക്കുന്നത് ആശങ്കയുളവാക്കുന്നതാണ്. ജയിൽ അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് ഗോവിന്ദചാമിയെ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ ഇരുമ്പഴികൾ മുറിച്ചാണ് പുറത്തു കടന്നത്. തുടർന്ന് താൻ അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി ഒരു നീണ്ട കയറുണ്ടാക്കി. ഈ കയർ ഉപയോഗിച്ച് മതിലിന് മുകളിലൂടെ ഇരുമ്പ് സിങ്കിൽ കുരുക്കി അതേ തുണിയുടെ സഹായത്തോടെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനു മുമ്പായി ജയിലിന്റെ ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി. കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ജയിൽ അധികൃതർക്ക് ഒരു പരിധിവരെ ജയിൽ ചാട്ടത്തിന്റെ വഴി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഒരു കൈ ഇല്ലാത്ത ഗോവിന്ദചാമിക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നത്. ഇരുമ്പഴികൾ മുറിക്കാൻ എന്ത് ഉപകരണം ഉപയോഗിച്ചു? തുണികൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കാനും അത് മതിലിൽ കുരുക്കി താഴെ ഇറങ്ങാനും ഒരു കൈ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ തൃപ്തികരമായ ഉത്തരം ലഭിച്ചിട്ടുമില്ല. ഇത് ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സംശയത്തിന് വലിയ ബലം നൽകുകയും ചെയ്യുന്നുണ്ട്. ജയിലിന്റെ മതിലിന് മുകളിലുള്ള ഇരുമ്പ് സിങ്ക് കടന്നു പോകുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യവുമല്ല. അവിടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ജയിലിലെ സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം അധികൃതർ പൂർണ്ണമായി ഉറപ്പിച്ചത് രാവിലെ 7 മണിയോടെയാണ്. അതായത് ജയിൽ ചാടിയതിനു ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതീവ സുരക്ഷാ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു കൊടും കുറ്റവാളി രക്ഷപ്പെട്ട വിവരം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ അതീവ സുരക്ഷാ ജയിലുകളിൽ ഓരോ നിമിഷവും CCTV നിരീക്ഷണവും പതിവ് പരിശോധനകളും നടക്കാറുണ്ട്. എന്നിട്ടും ഇത്രയും വലിയൊരു സംഭവം എങ്ങനെ അധികൃതരുടെ കണ്ണിൽ പെടാതെ പോയി എന്നത് യഥാർത്ഥത്തിൽ അവിശ്വസനീയമാണ്. ഈ സംഭവം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ തകരാറിലാണോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഗോവിന്ദചാമിക്ക് ചാർലി തോമസ് എന്ന പേരിലും തമിഴ്നാട് പോലീസിന്റെ രേഖകളിൽ കേസുകളും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മോഷണ കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇയാൾ കേരള സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നായിരുന്നു ഇയാൾക്കെതിരെയുള്ള കേസ്. തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവായി മാറി. 2016 ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. കൊലപാതകം സംശയരഹിതമായി തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ അതോ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും സുപ്രീം കോടതി ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായിരുന്നത്. രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്ന വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നതും ശ്രദ്ധേയമാണ്. ഈ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കെട്ടുറപ്പിനെ കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. എങ്ങനെയാണ് അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഒരു പ്രതിക്ക് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചതെന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. സംഭവത്തിന് പിന്നിൽ പുറത്തുനിന്നുള്ള സഹായം ഉണ്ടോ എന്നതും കൃത്യമായി കണ്ടെത്തുകയും വേണം. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഗോവിന്ദചാമിയെ എത്രയും പെട്ടെന്ന് പിടികൂടുകയും ജയിൽ ചാട്ടത്തിന് പിന്നിലെ ദുരൂഹതകൾ അനാവരണം ചെയ്യുകയും ചെയ്യേണ്ടതും സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്.